ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ സ്റ്റഡി വെൽ വിത്ത് മീ. ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സീമസ് ഹീനി എഴുതിയ ഡിഗ്ഗിങ് എന്ന കവിതയുടെ സമ്മറിയാണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കൊട്ടും ലേറ്റ് ആക്കാതെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് എഴുത്തുകാരനെ പറ്റിയിട്ടാണ്. സീമസ് ഹീനി. ഇദ്ദേഹം ജനിക്കുന്നത് 13 ഏപ്രിൽ 1939 നോർത്തേൺ അയർലാൻഡിൽ വെച്ചിട്ട്. മരണപ്പെടുന്നത് ഓഗസ്റ്റ് 30, 2013. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രായം 74 വയസ്സാണ്. അയർലൻഡിൽ വെച്ചിട്ട് തന്നെ, ഡബ്ലിനിലെ അയർലാൻഡിൽ വെച്ചിട്ടാണ് മരണപ്പെടുന്നത്. ഇദ്ദേഹം ഐറിഷ് കവിയാണ്, നാടകകൃത്താണ്, വിവർത്തകനാണ്. ഇദ്ദേഹത്തിന് 1995 സാഹിത്യത്തിൽ നോബൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ തന്നെ ജെഫ്രി ഫാബർ മെമ്മോറിയൽ പ്രൈസ്, EM ഫോസ്റ്റർ അവാർഡ്, ഗോൾഡൻ റീത്ത് ഓഫ് പോയട്രി, TS എലിയറ്റ് പ്രൈസ്, ഇതൊക്കെ ഇദ്ദേഹത്തിന് ലഭിച്ച മറ്റ് അവാർഡുകളാണ്. ഇനി ഇദ്ദേഹത്തിൻ്റെ രചന നോക്കാം. ഓപ്പൺ ഗ്രൗണ്ട് പോയംസ്, ബിയോവുൾഫ്, അത് ട്രാൻസ്ലേഷനാണ്. ഡിസ്ട്രിക്റ്റ് ആൻഡ് സർക്കിൾ, ദി സ്പിരിറ്റ് ലെവൽ, എക്സെട്ര. ഇനി നമുക്ക് നമ്മുടെ പോയത്തിനെ പറ്റിയിട്ട് നോക്കാം. പോയം എഴുതിയേക്കുന്നത് ഫ്രീ വേഴ്സിലാണ്. ടൈം പീരീഡ് 20th സെഞ്ച്വറി. ഇനി തീംസ് നോക്കുകയാണെങ്കിൽ ഐഡൻറ്റിറ്റി, നേച്ചർ, റിലേഷൻഷിപ്സ്, ഇതൊക്കെയാണ് തീംസിൽ വരുന്നത്. ഇനി ഡിഗ്ഗിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുഴിക്കൽ എന്നാണ് അർത്ഥം. നമുക്ക് ഫസ്റ്റ് സ്റ്റാൻസ നോക്കാം. ഫസ്റ്റ് സ്റ്റാൻസയിലാണെങ്കിൽ 2 ലൈൻസ് മാത്രമേ ഉള്ളൂ. ബിറ്റ്വീൻ മൈ ഫിംഗർ ആൻഡ് മൈ തംബ് The squat pen rests snug as a gun. പോയറ്റ് അദ്ദേഹത്തിൻ്റെ വിരലുകൾക്കിടയിൽ ഒരു പേന പിടിച്ചിരിക്കുന്നു. അതെങ്ങനെയാണ് പിടിച്ചിരിക്കുന്നത്? ഒരു തോക്ക് കയ്യിൽ എങ്ങനെയാണോ മുറുകെ പിടിച്ചിരിക്കുന്നത് അതുപോലെ. ഇവിടെ വായനക്കാരോട് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള പേന തോക്കിന് തുല്യമാണെന്നാണ്. ഇവിടെ സിമിലിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആയുധം എന്താണ്? പേനയാണ്. അവർ പേന ഉപയോഗിച്ചിട്ടാണ് എല്ലാത്തിനോടും പ്രതികരിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ തോക്കിനോടുള്ള സിമിലി ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി സെക്കൻഡ് സ്റ്റാൻസ് നോക്കുകയാണെങ്കിൽ അണ്ടർ മൈ വിൻഡോ എ ക്ലീൻ റാസ്പിംഗ് സൗണ്ട് വെൻ ദ സ്പേഡ് സിങ്സ് ഇൻ ടു ഗ്രാവലി ഗ്രൗണ്ട് മൈ ഫാദർ ഡിഗ്ഗിങ് ഐ ലുക്ക് ഡൗൺ. പോയറ്റിൻ്റെ ജനലിൻ്റെ പുറത്ത് നിന്ന് ഒരു കിളയ്ക്കുന്ന ശബ്ദം അദ്ദേഹം കേൾക്കുന്നു. പോയറ്റ് പുറത്തേക്ക് നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ തോട്ടത്തിൽ ഉപയോഗിക്കുന്ന സ്പേഡ് ഉപയോഗിച്ച് ചരൽമണ്ണ് കുഴിക്കുന്ന ശബ്ദമാണത്. പോയറ്റ് തോട്ടത്തിൽ ജോലി ചെയ്യുന്ന അച്ഛനെ നോക്കി നിൽക്കുന്നു. കവി ആദ്യ സ്റ്റാൻസയിലും രണ്ടാമത്തെ സ്റ്റാൻസയിലുമായി 3 ഉപകരണങ്ങളെ പറ്റിയിട്ട് പറഞ്ഞു. ഒന്നാമത്തെ സ്റ്റാൻസയിൽ പറഞ്ഞത് എന്താണ്? പേനയും ഗണ്ണുമാണ്. രണ്ടാമത്തെ സ്റ്റാൻസയിൽ സ്പെയ്ഡ്, പാര. അപ്പോൾ ഇവിടെ സ്പെയ്ഡ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഗ്രാമീണ ഐറിഷ് കൃഷിയെയാണ്. പേന സമ്പന്നമായ കാവ്യ പാരമ്പര്യത്തെ റെപ്രസെൻ്റ് ചെയ്യുന്നു. തോക്ക് കലാപത്തിൻ്റെയും ഇംഗ്ലീഷ് ഭരണത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തിനായുള്ള ആഗ്രഹത്തിൻ്റെ ചരിത്രത്തെയും റെപ്രസെൻ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് സ്റ്റാൻസ. ടിൽ ഹിസ് ട്രെയിനിങ് റം എമംഗ് ദ ഫ്ലവർ ബെഡ്സ് bends low, comes up 20 years away, stooping in rhythm through potato drills, where he was digging. അച്ഛൻ തോട്ടത്തിൽ കിളയ്ക്കുന്നത് നോക്കി നിൽക്കുന്ന പോയറ്റ് 20 വർഷം പിന്നിലേക്ക് ആലോചിക്കുന്നു. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ പൊട്ടറ്റോ കൃഷി നടത്താൻ കിളക്കുന്നതൊക്കെ അദ്ദേഹത്തിന് ഓർമ്മ വന്നു. നെക്സ്റ്റ് സ്റ്റാൻസ. ദ കോഴ്സ് ബൂട്ട് നെസ്റ്റിൽഡ് ഓൺ ദ ലെഗ്, the shaft against the inside knee was levered firmly. He rooted out tall stalks, burned the bright edge deep, to scatter new potatoes that we picked, loving their cool hardness in our hands. ഇവിടെ ദ കോഴ്സ് ബൂട്ട് എന്ന് പറഞ്ഞാൽ അത് കൃഷിക്കാരൊക്കെ യൂസ് ചെയ്യുന്ന, അതായത് ചെളിയിലൊക്കെ ഇറങ്ങുമ്പം യൂസ് ചെയ്യുന്ന ഒരു ബൂട്ടാണത്. അതിൻ്റെ പിക്ചർ ഞാൻ കൊടുക്കാം. അപ്പം ആ ബൂട്ട് അച്ഛൻ ധരിച്ചിട്ടുണ്ട്. ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ സ്പെയ്ഡിൻ്റെ അറ്റത്ത് നമ്മൾ പിടിക്കുന്ന ഭാഗമല്ലേ, നീളമുള്ള ആ ഭാഗത്തിനെയാണ് ഷാഫ്റ്റ് എന്ന് പറയുന്നത്.
പോയിറ്റിൻ്റെ ഫാദർ കാലിൽ ബൂട്ടിട്ടിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ ബൂട്ട്, കൃഷിക്കാരൊക്കെ ഇടുന്ന ബൂട്ടിട്ടിട്ടുണ്ട്. കയ്യിൽ സ്പെയ്ഡും ഉണ്ട്. അതുപയോഗിച്ച് അദ്ദേഹം ഡിഗ് ചെയ്യുകയാണ്, കുഴിക്കുകയാണ്. ആ കഴിവിനെയൊക്കെയാണ് പോയിറ്റ് ഈ സ്റ്റാൻസയിലൂടെ പറയുന്നത്. കൂടാതെ പൊട്ടറ്റോ കൃഷിയുടെ വിളവെടുപ്പിനെ പറ്റിയിട്ടും പോയിറ്റ് ഇവിടെ പറയുന്നുണ്ട്. പൊട്ടറ്റോ മണ്ണിനടിയിൽ നിന്നും വലിച്ചെടുക്കുന്നതും സ്പേഡിൻ്റെ തിളക്കമുള്ളതും മൂർച്ചയുള്ളതായ അറ്റം നിലത്ത് കുഴിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ പൊട്ടറ്റോ എടുക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. പോയിറ്റ് ഉൾപ്പെടെയുള്ള അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും, ഒന്നുകിൽ സുഹൃത്തുക്കളായിരിക്കാം അല്ലെങ്കിൽ ബന്ധുക്കളായിരിക്കാം, അവരെല്ലാവരും അച്ഛൻ പറിച്ചെടുത്ത ആ പൊട്ടറ്റോസ് ശേഖരിക്കുന്നുണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട്. നെക്സ്റ്റ് സ്റ്റാൻസ. ബൈ ഗോഡ്, the old man could handle a spade just like his old man. ഇവിടെ ഓൾഡ് മാൻ എന്ന് പറയുന്നത് പോയിറ്റിൻ്റെ ഗ്രാൻഡ് ഫാദറിനെയാണ്. ഈ ലൈൻസിൽ പോയിറ്റ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ, ഗ്രാൻഡ് ഫാദർ എങ്ങനെയാണോ സ്പെയ്ഡ് കൈകാര്യം ചെയ്യുന്നത്, അത് സ്പെയ്ഡ് ഉപയോഗിച്ച് ഗ്രാൻഡ് ഫാദർ എങ്ങനെയാണോ ഡിഗ് ചെയ്യുന്നത്, അതുപോലെ തൻ്റെ അച്ഛനും കൈകാര്യം ചെയ്യുകയാണെന്നാണ് പറയുന്നത്. അപ്പം ആ ഒരു സ്പെയ്ഡ് കൈകാര്യം ചെയ്യാനുള്ള ആ ഒരു തലമുറയിൽ നിന്ന് തലമുറയിലേക്ക് കിട്ടിയ ആ ഒരു കഴിവിനെയാണ് പോയിറ്റ് ഇവിടെ പറയുന്നത്. പോയിറ്റിൻ്റെ അച്ഛൻ ഗ്രാൻഡ് ഫാദർ എങ്ങനെയാണോ സ്പെയ്ഡ് ഉപയോഗിക്കുന്നത് അതുപോലെയാണ് കിളയ്ക്കുന്നത്. ഓക്കെ, അതാണ് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റാൻസ. മൈ ഗ്രാൻഡ് ഫാദർ കട്ട് മോർ ടർഫ് ഇൻ എ ഡേ ദാൻ എനി അതർ മാൻ ഓൺ ടോണേഴ്സ് ബോഗ്. വൺസ് ഐ ക്യാരിഡ് ഹിം മിൽക്ക് ഇൻ എ ബോട്ടിൽ, cocked slowly with paper. He straightened up to drink it, then fell to right away, nicking and slicing neatly, having swords over his shoulder, going down and down for the good turf digging. ഇവിടെ പറയുന്നത് പോയിറ്റിൻ്റെ ഗ്രാൻഡ് ഫാദറിനെ പറ്റിയിട്ടാണ്. അവർ താമസിക്കുന്ന ആ പ്രദേശത്തെ മറ്റേതൊരു മനുഷ്യനും മറ്റേതൊരു വ്യക്തി ചെയ്യുന്നതിനേക്കാളും കൂടുതൽ പോയിറ്റിൻ്റെ ഗ്രാൻഡ് ഫാദർ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ദിവസം പുല്ലുകൾ വെട്ടുന്നുണ്ട്. ടെർഫ് എന്നാൽ ഗ്രാസ്, പുല്ലുകൾ എന്നാണ് അർത്ഥം. കുട്ടിക്കാലത്ത് ഒരിക്കൽ പോയിറ്റ് ഗ്രാൻഡ് ഫാദറിന് വേണ്ടിയിട്ട് കുപ്പിയിൽ പാല് കൊണ്ടുപോകുന്ന ഒരു കാര്യമാണ് ഇനി കവി പറയുന്നത്. ആ കുപ്പിയിൽ പാല് കൊണ്ടുപോകുമ്പം ആ കുപ്പി ഒരു കടലാസ് കൊണ്ട് പൊതിഞ്ഞുകൊണ്ടാണ് പോയിറ്റ് ഗ്രാൻഡ് ഫാദറിന് വേണ്ടിയിട്ട് പാല് കൊണ്ടുപോകുന്നത്. ആ സമയത്തും ഗ്രാൻഡ് ഫാദർ നല്ല പണിയിലാണ്, നല്ല ഡിഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ പുല്ലൊക്കെ പറിച്ച് നീറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോയിറ്റ് പാല് കൊണ്ട് കൊടുത്തു. അദ്ദേഹം ആ കുനിഞ്ഞിട്ടല്ല നമ്മൾ പുല്ല് വെട്ടുന്നത്, ഒന്ന് എഴുന്നേറ്റ് സ്ട്രൈറ്റൻഡ് ആയി നിന്നിട്ട് ആ പാല് കുടിച്ചു, ആ കുപ്പി കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? പിന്നെയും ഗ്രാൻഡ് ഫാദർ ജോലി ചെയ്യാണ്, റെസ്റ്റൊന്നും എടുക്കുന്നില്ല. പാല് കുടിച്ചു, പിന്നെയും കുനിഞ്ഞിട്ട് അദ്ദേഹം ജോലി ചെയ്യുകയാണ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ റെസ്റ്റ് എടുക്കും അല്ലേ, പക്ഷേ ഇദ്ദേഹം അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് പണി ചെയ്യുന്നത്. ആ പണിയോടുള്ള ആത്മാർത്ഥതയാണ് കാണുന്നത് ആ ഗ്രാൻഡ് ഫാദറിന്. നെക്സ്റ്റ് സ്റ്റാൻസ. ദ കോൾഡ് സ്മെൽ ഓഫ് പൊട്ടറ്റോ മോൾഡ്, ദ സ്ക്വെൽച്ച് ആൻഡ് സ്ലാപ്പ് ഓഫ് സ്ലോഗി പീറ്റ്, ദ കേർഡ് കട്ട്സ് ഓഫ് ആൻ എഡ്ജ്, ട്രൂ ലിവിങ് റൂട്ട്സ് അവേക്കൻ ഇൻ മൈ ഹെഡ്, but I have no spade to follow men like them. ഉരുളക്കിഴങ്ങ് വളരുന്ന ആ മണ്ണ് തണുത്തതും അതുപോലെ ഒരു മണവുമുള്ളതാണ്. പൊട്ടറ്റോ കിളച്ചെടുക്കുന്ന സമയത്ത് തൊഴിലാളികൾ സ്പെയ്ഡ് ഉപയോഗിച്ച് ജോലി ചെയ്യുമ്പോൾ അതിൻ്റെയൊക്കെ ശബ്ദം കേൾക്കുന്നുണ്ട്. ആ ഓർമ്മകൾ ഇന്നും എൻ്റെ മനസ്സിൽ, അതായത് പോയിറ്റിൻ്റെ മനസ്സിൽ ജീവിച്ചിരിപ്പുണ്ട്. പോയിറ്റിൻ്റെ അച്ഛനും ഗ്രാൻഡ് ഫാദറും ഈ തൊഴിൽ ചെയ്യുന്നുണ്ടെങ്കിലും പോയിറ്റ് അവരുടെ ആ ഒരു പാത പിന്തുടരാൻ വേണ്ടി തയ്യാറല്ല എന്നാണ് പറയുന്നത്. ലാസ്റ്റ് സ്റ്റാൻസ. ബിറ്റ്വീൻ മൈ ഫിംഗർ ആൻഡ് മൈ തംബ് ദ സ്ക്വാട്ട് പെൻ റെസ്റ്റ്, ഐ വിൽ ഡിഗ് വിത്ത് ഇറ്റ്. ഇവിടെ പറയുന്നത് പോയിറ്റിന് ഫാദറും ഗ്രാൻഡ് ഫാദറും ചെയ്യുന്ന ജോലി ചെയ്യാനല്ല താല്പര്യം, പകരം പേന ഉപയോഗിച്ച് ഡിഗ് ചെയ്യാനാണ്. അതിനർത്ഥം പേന ഉപയോഗിച്ച് രചനകൾ രചിച്ചുകൊണ്ട് സമൂഹത്തിൻ്റെ പുരോഗതിക്കായി സംഭാവന ചെയ്യാനാണ് പോയിറ്റിനിഷ്ടം. പോയിറ്റ് ഒരിക്കലും ഫാദറും ഗ്രാൻഡ് ഫാദറും ചെയ്യുന്ന ജോലി മോശമാണെന്നൊന്നുമല്ല ഇവിടെ പറയുന്നത്. പോയിറ്റിൻ്റെ താല്പര്യം പേന ഉപയോഗിച്ച് ഡിഗ് ചെയ്യാനാണ്. പേന ഉപയോഗിച്ച് ഒരുപാട് കാര്യങ്ങൾ എഴുതി
അത് സമൂഹത്തിന് സമർപ്പിക്കാനാണ് പോയറ്റിന് താല്പര്യം.